യുക്രൈനുമായുള്ള പോരാട്ടത്തിൽ മോസ്കോ വിജയിക്കുമെന്ന് പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ. വ്യാഴാഴ്ച സെന്റ് പീറ്റേഴ്സ്ബർഗിൽ നടന്ന സുപ്രീം യുറേഷ്യൻ ഇക്കണോമിക് കൗൺസിലിന്റെ യോഗത്തിന് ശേഷം മാധ്യമപ്രവർത്തകരുമായി സംസാരിക്കവെയാണ് പുടിൻ ഈ പ്രസ്താവന നടത്തിയത്. 2025 റഷ്യൻ വിജയത്തോടെ യുക്രൈൻ സംഘർഷം അവസാനിക്കുമെന്ന് കരുതുന്നുണ്ടോ എന്ന ചോദ്യത്തിന് ഞാൻ ദൈവത്തിൽ വിശ്വസിക്കുന്നു, ദൈവം നമ്മോടൊപ്പമുണ്ട് എന്നാണ് മറുപടി പുടിൻ നൽകിയത്. യുക്രൈന്റെ നാറ്റോ അംഗത്വം വൈകുന്നതിന് പകരമായി നിലവിൽ യുക്രൈൻ സംഘർഷം മരവിപ്പിക്കാൻ US നിർദ്ദേശിക്കുന്നു എന്ന് റിപ്പോർട്ടുകളും അദ്ദേഹം തള്ളിക്കളഞ്ഞു. 2021 സ്ഥാനമൊഴിയുന്ന പ്രസിഡന്റ് ജോ ബൈഡനാണ് ഈ നിർദ്ദേശം ആദ്യമായി മുന്നോട്ട് വെച്ചതെന്ന് പുടിൻ പറഞ്ഞു. എന്നാൽ അത്തരമൊരു കരാർ മോസ്കോയ്ക്ക് അസ്വീകാര്യമാണെന്ന് USനെ അറിയിച്ചിരുന്നു. അതേസമയം യുക്രൈനുമായുള്ള സംഘർഷം അവസാനിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ടെന്നും യുദ്ധക്കളത്തിൽ വിജയങ്ങൾ കൈവരിക്കുക എന്നതാണ് 2025 റഷ്യയുടെ നമ്പർ 1 ലക്ഷ്യമെന്നും പുടിൻ വ്യക്തമാക്കി. യുദ്ധക്കളത്തിൽ വിജയം കൈവരിക്കുന്നതിനോടൊപ്പം തന്നെ സാമ്പത്തിക ലക്ഷ്യങ്ങൾ കൈവരിക്കുന്നതിനും സാമൂഹിക സൈനിക സുരക്ഷാ പ്രശ്നങ്ങളും പരിഹരിക്കുന്നതിലും റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ ആത്മവിശ്വാസം പ്രകടിപ്പിച്ചു. ഞങ്ങളുടെ പദ്ധതികൾക്കനുസൃതമായി ഞങ്ങൾ മുന്നോട്ടു പോകും. അധികാരമേറ്റയുടൻ റഷ്യയും യുക്രൈനും തമ്മിൽ വെടിനിർത്തൽ ചർച്ച ചെയ്യുമെന്ന് നിയുക്ത അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പ്രതിജ്ഞയെടുത്തു. അമേരിക്കൻ മാധ്യമ റിപ്പോർട്ടുകൾ പ്രകാരം യുക്രൈനുമായുള്ള ഡൊണാൾഡ് ട്രംപിന്റെ നിർദ്ദേശത്തിൽ സംഘർഷം മരവിപ്പിക്കൽ ഉൾപ്പെട്ടേക്കാം. ഇത് ഓരോ കക്ഷിക്കും അവരുടെ നിലവിലെ പ്രദേശത്തിന്റെ നിയന്ത്രണം നിലനിർത്താൻ അനുവദിക്കുന്നതാണ്. അതേസമയം മോസ്കോയും കീവും നിരുപാധികമായ വെടിനിർത്തൽ എന്ന ആശയം നിരസിച്ചു.